അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുൻപിലേറെ നാൾ കൊതിച്ചിട്ട് ഈ ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ. വൈലോപ്പള്ളി ശ്രീധരമേനോൻ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളത്. ജീവിതഗന്ധിയായ സന്ദർഭങ്ങളെ വളരെ മനോഹരമായി ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുന്ന ഒരു കവിയാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. അദ്ദേഹം 1911 ജനിച്ചത്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. നിരവധി കവിതകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മലർ ചെണ്ടൊന്നൊടിച്ചാളാതിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവൊടിച്ചു കളഞ്ഞില്ലേ കുസൃതി കുരുന്നേ നീ. മാങ്കനി വീഴും നേരമോടിച്ചെന്നെടുക്കേണ്ടോ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ലോകമഹായുദ്ധവും ഒക്കെ നടക്കുന്ന ഒരു അശാന്തമായ സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ യൗവനകാലം കഴിഞ്ഞുപോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ കവിതയും നമ്മൾ എടുത്തു നോക്കിയാൽ അതിന് മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും ഒക്കെ ഒരു ഗന്ധം, ഒരു മണം നമുക്ക് അനുഭവപ്പെടും. പ്രത്യേകിച്ച് പ്രകൃതിയുമായിട്ടും ഇണങ്ങി, മനുഷ്യനും പ്രകൃതിയും ഇണങ്ങിയ ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, കുടിയൊഴിക്കൽ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കവിതകൾ. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപെഴും മലർക്കുലയെറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. അത് ആ ചെറിയ കുട്ടി അന്ന് പറഞ്ഞു, ഈ മാമ്പഴം പെറുക്കാൻ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ കുട്ടികൾ ഈശ്വരൻ്റെ നേർ രൂപങ്ങളാണ്. അപ്പോൾ ആ കുട്ടി അന്ന് പറഞ്ഞത് ശരിയായി ഭവിച്ചു. ആ മാമ്പഴം ഉണ്ടാകുന്ന സമയത്ത് പെറുക്കാനായിട്ട് അവൻ ജീവിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി നമുക്കറിയാം മാമ്പഴമാണ്. മലയാളികളെല്ലാം എന്നും ഓർമ്മിക്കുന്ന ഒരു കവിതയാണ് മാമ്പഴം. അത് വായിച്ച ഓരോ മനുഷ്യരും ആ ഒരു അമ്മയുടെ ദുഃഖം സ്വയം അറിഞ്ഞ പോലെ അത്രയധികം സ്വാംശീകരിച്ച ഒരു കവിതയാണ് മാമ്പഴം. മാമ്പഴം എന്ന കവിത ജീവിതാനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടി അങ്ങനെ മരിച്ചുപോയതിന് ശേഷം പിന്നീട് ആ മാമ്പഴം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. വീടിൻ്റെ ഉമ്മയ്ക്ക് മാവുണ്ട്. അങ്ങനെ പിന്നെ അമ്മയ്ക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടല്ലോ, അതാണ് ആ സിറ്റുവേഷൻ തന്നെ നല്ലതാണ്. മാങ്കുല പറിച്ചപ്പോൾ അമ്മ വിളിച്ച് തല്ലിക്കൊള്ളാൻ ചെല്ലടാ എവിടെ പിന്നെ പഴം പുറത്ത് തിന്നേണ്ടതല്ലേ ചോദിച്ചു. അപ്പോൾ തന്നെ കെറുവ് തോന്നി. ഇല്ല, ഞാൻ പണിതില്ലാണെന്ന് വന്നത്, ഞാൻ പോകുന്നില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് പൊയ്ക്കിടങ്ങി. പക്ഷെ അവൻ അടുത്ത മാവ് പൂത്ത് പഴമാകുന്നതിന് മരിച്ചുപോയി. പിന്നെയും മാവ് പൂത്ത് പഴമാകുന്നത് കാണുന്ന ഒരമ്മയുടെ അന്തരംഗത്തിൽ ഉണ്ടാകുന്ന വികാരമാണ്, ഏതമ്മയ്ക്കും ഉണ്ടാകുന്ന വികാരമാണ് എല്ലാം ആവിഷ്കരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു കവിത ചെങ്ങാലിപ്രാവ്. അതിൽ ഈ പയറ് വറക്കുമ്പോൾ വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞു പോകുമെന്നറിയാതെ സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന ഒരു ചെങ്ങാലിപ്രാവിൻ്റെ ഒരു കവിത. കുടിയൊഴിക്കൽ ഒക്കെ
ഇത് പ്രത്യേക ശൈലിയിൽ എഴുതിയിട്ടുള്ളതാണ്. കുടിയൊഴിക്കൽ എന്ന് പറയുന്നത് സ്വയം കുറ്റപ്പെടുത്തുക, അതൊരു മധ്യവർഗത്തിൻ്റെ ഹിപ്പോക്രസി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന കാപട്യം, അതേപ്പറ്റിയൊക്കെയാണ് പറഞ്ഞു പോരുന്നത്. തുങ്കമാം മീനച്ചൂടാൽ തൈമാവിൻ മരതകിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുൻപേ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പൂകി വാനവർക്കാരോമലായി പാരിനെ കുറിച്ചു ദാസീനനായി ക്രീഡാരസലീലനായവൻ വാഴ്കെ അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടുള്ള മറ്റ് ഒരു അനവധി കവികളുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആ സമയത്ത് പ്രസിദ്ധനായ കവിയാണ്. അതുപോലെ തന്നെ ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ സമകാലീനായ കവിയാണ്. ഈ ചങ്ങമ്പുഴയിലും അതുപോലെ ഇടശ്ശേരി, ഇവരിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം അദ്ദേഹത്തിന് എന്താണെന്ന് പറഞ്ഞാൽ അവരൊക്കെ കാൽപ്പനികതയുടെ കവികളായിരുന്നു. അപ്പോൾ കാൽപ്പനിക കവികളിൽ അവർ പ്രസിദ്ധരായി യുവാക്കളുടെ ഇടയിൽ ജ്വലിച്ചു നിന്ന ഒരു സമയത്താണ് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ, അവരുടെ ജീവിതഗന്ധിയായ അനുഭവങ്ങൾ, തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, ജന്മത്വത്തിന് എതിരായിട്ടുള്ള കവിതകൾ. അപ്പോൾ ഇങ്ങനെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ള, ജീവിതവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കവിതകളിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന കവിയാണ് ഇദ്ദേഹം വൈലോപ്പിള്ളി എന്ന് പറയുന്നത്. പിന്നെ എല്ലാ കവിതയിലും പൊതുവായി എനിക്ക് തോന്നുന്ന ഒന്ന്, വൈലോപ്പിള്ളി മരണത്തെ എപ്പോഴും അതിജീവിക്കുന്ന ജീവിത വീക്ഷണമാണുള്ളത്. ഇപ്പോൾ ആദ്യത്തെ തന്നെ കന്നിക്കൊയ്ത്തിനകത്ത് തന്നെ ആ വിജിയൂഷു മൃത്യുവിനാമോ ജീവിതത്തിന് കൊടിപ്പടം തത്താൻ ചോദിക്കുന്നുണ്ട്. വിജിഗീഷു ജയിക്കാൻ ആഗ്രഹിക്കുകയും ജയിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അതാണ് മൃത്യു. നമ്മളെല്ലാവരും കൊണ്ടുപോകുമല്ലോ. പക്ഷേ ജീവിതത്തിൻ്റെ കൊടിപ്പടം പതാക താഴ്ത്താൻ ഒരിക്കലും മൃത്യുവിന് കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തന്മകൻ അമൃതേകാൻ താഴോട്ടു നിപതിച്ച പൊൻപഴം മുറ്റത്താർക്കും വേണ്ടാതെ കിടക്കവേ അയൽപക്കത്തെ കൊച്ചുകുട്ടികൾ ഉത്സാഹത്തോടവർ തൻ മാവിൻ ചോട്ടിൽ കളിവീടുണ്ടാക്കുന്നു. പൂവാലനണ്ണാർ കണ്ണാ മാമ്പഴം തരികെന്നുൾപ്പൂവാളും കൊതിയോടെ വിളിച്ചു പാടിയിടുന്നു. ഉതിരും മധുരങ്ങളോടിച്ചെന്നെടുക്കുന്നു മുതിരും കോലാഹല മംഗലധ്വാനത്തോടും. അദ്ദേഹത്തിൻ്റെ സാഹിത്യാത്മകവും സർഗാത്മകവുമായ ഭാഷാപ്രയോഗം, ജീവിതഗന്ധിയായ പദങ്ങൾ പ്രയോഗിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അതുപോലെ സന്ദർഭങ്ങൾ, ജീവിതത്തോട് ഇണങ്ങി നിൽക്കുന്ന സന്ദർഭങ്ങൾ, അപ്പോൾ ഇവയെല്ലാം ചേർന്ന് വരുമ്പോൾ എല്ലാ വിമർശകരുടെയും സാഹിത്യ ആസ്വാദകന്മാരുടെയും മുന്നിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് എന്നും പ്രാധാന്യമുണ്ട്, വലിയ വില കൽപ്പിക്കാറുണ്ട് അവരെല്ലാം. പിന്നെ ഇന്നും അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ പ്രസിദ്ധങ്ങളാണ്, അതുപോലെ പ്രസക്തങ്ങളുമാണ് ഈ കാലഘട്ടത്തിലും. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടിയൊഴിക്കൽ ആയിക്കോട്ടെ, യുഗപരിവർത്തനം, കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, ഇതെല്ലാം അനീതിക്കെതിരെയുള്ള ഒരു ശബ്ദം കൂടിയാണ്. അതുപോലെ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ശബ്ദം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തിലെന്നോ ഈ കാലഘട്ടത്തിലെന്നോ മാത്രമല്ല, വരും തലമുറയ്ക്കും അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇഷ്ടമാകും,
അന്നും അത് വളരെയേറെ പ്രസക്തമായിരിക്കും എന്നുള്ളതാണ് വൈലോപ്പള്ളി കവിതകളുടെ പ്രത്യേകത. വാസന്തമഹോത്സവമാണവർക്ക്, എന്നാലവൾക്കാഹന്ത കണ്ണീരിനാലന്തമാം വർഷാകാലം. പുരതോ നിസ്തബ്ധയായി തെല്ലിട നിന്നിട്ട് തൻ ദുരിതഫലം പോലുള്ള പഴമെടുത്തവൾ തന്നുണ്ണിക്കിടാവിന്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു മന്ദമായേവം ചൊന്നാൾ. ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണിവായ്ക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ. വൈലോപ്പള്ളിയുടെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് മാമ്പഴം. അപ്പം മാമ്പഴത്തിലെ ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ഹൃദയബന്ധമുണ്ട്. ഒരുപക്ഷെ നമുക്കത് മലയാള കവിതയും വൈലോപ്പള്ളി എന്ന കവിയും തമ്മിലുള്ള ഒരു ബന്ധമായിട്ട് കൂടി വ്യാഖ്യാനിക്കാൻ സാധിക്കും. അപ്പം അമ്മയാണ് മലയാള കവിത. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞായിട്ട് സ്വയം ആ കവി വിശേഷിപ്പിക്കുന്നതാകാം എന്ന് നമുക്ക് തോന്നും. പിന്നെ കവിയില്ലെങ്കിലും കവിത എക്കാലത്തും നിലനിൽക്കും. നമുക്കറിയാം, അദ്ദേഹം 1985 നമ്മെ വിട്ടുപോയി. പക്ഷെ ഇന്നും ദശാബ്ദങ്ങൾ കഴിഞ്ഞും അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മാമ്പഴവും ചങ്ങാലിപ്രാവുമെല്ലാം ഇന്നത്തെ യുവതലമുറയും കുഞ്ഞു കുട്ടികളും എല്ലാവരും ഇങ്ങനെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ട് നടക്കുന്നു. നീരസം ഭാവിച്ചു നീ പോയതെങ്കിലും കുഞ്ഞേ, നീതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാവൂ. പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ. വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ, വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ. തരസാനുകർന്നാലും തായതൻ നൈവേദ്യം നീ. ഒരു തൈ കുളിർക്കാറ്റായി അരികത്തണഞ്ഞപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു.